Welcome to electrodynamics paper, and this is the last session, and this contains the model question paper for your awareness information. I shall read the questions. This is a model question, and it contains part A, part B, part C, and part D. In part B and part C, in part B and part D, I included double questions for your convenience. I shall read it. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മോഡൽ പേപ്പർ കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വലിച്ചുവാരി പഠിപ്പിക്കും. ഞാൻ കംപ്ലീറ്റ് ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ അധികം നേരം കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് പഠിച്ചാലും നന്നായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റാണ്. എക്സാമിനേഷൻ പോകുമ്പോൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ, എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ നമ്മൾ ഡബിൾ ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഡബിൾ ക്വസ്റ്റ്യൻ. പാർട്ട് എ, ആൻസർ ആൾ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഡൈവ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഡൈവ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഡൈവി, ഓർ എക്സ്പ്ലെയിൻ കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ഇറോട്ടേഷണൽ ഫീൽഡ്. റൊട്ടേഷണൽ ഫീൽഡ്, ഇറോട്ടേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനാണ്. ഗിവ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നിങ്ങൾക്കറിയാം, ഷോ ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. അപ്പോൾ ഡെൽ എന്നുള്ള സിമ്പിളിന് പകരം ഞാൻ ഡെൽ എന്നായിരിക്കുന്നത്. ഡെൽ സിമ്പിൾ അറിയാമല്ലോ, ട്രയാങ്കിൾ തിരിച്ചിടുന്നത്, ഡെൽറ്റ തിരിച്ചിടുന്നത്. ഷോ ദാറ്റ് ഈസ് ഡെൽ വി, വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. എക്സ്പ്ലെയിൻ പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് അറ്റോമിക് പോളറൈസബിലിറ്റി. Explain Lorentz local field. Next question number 5. Explain electric displacement vector, or what are three electrical vectors. Three electric vectors. Electric means electrical. Three electric vectors. D, E and P അറിയാമല്ലോ. D is equal to epsilon 0 E plus P. അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. Number 6, write the relation connecting three magnetic vectors. What is magnetic scalar potential? Or ഈ ബാർ കഴിഞ്ഞുള്ളത് അടുത്ത ക്വസ്റ്റൻ ആണ്. പാർട്ട് എയിൽ ഞാൻ ഡബിൾ ഇട്ടിരിക്കുകയാണ്. പാർട്ട് എ ക്വസ്റ്റൻ ഡബിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഡബിൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടിയിരിക്കും. വാട്ട് ഈസ് മാഗ്നെറ്റിക് സ്കെയിലർ പൊട്ടൻഷ്യൽ. എക്സ്പ്ലെയിൻ പവർ ഫാക്ടർ ഇൻ എ സി. Number 8, what is Q factor. Explain sharpness resonance. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. Number 9, state Curie's law. മാഗ്നറ്റിസം, പാരാഡയൊക്കെ പഠിച്ചില്ല അവിടെ. സ്റ്റേറ്റ് ലോസ് ഓഫ് EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ. ആ ഉത്തരം. 10ാമത്തെ, വാട്ട് ഈസ് ടൈം കോൺസ്റ്റന്റ് CR സർക്യൂട്ട്. CR എന്നുള്ള ടൈം. എക്സ്പ്ലെയിൻ ചോക്ക് കോയിൽ. ട്രാൻസ്ഫോർമർ ചോക്ക് പിന്നെ ഇറ്റ്സ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ചോക്ക്. അപ്പോൾ അതിന് 10 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 10 മാർക്കാണ്. ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 20 പഠിച്ചാൽ 10 ശതമാനം കിട്ടും. അടുത്തത് പാർട്ട് ബി, ആൻസർ 8 ക്വസ്റ്റ്യൻസ്. ഇവിടെ ഞാൻ ഡബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസ് തിയറം. ഓർ ആ ബാർ കഴിഞ്ഞ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്പർ 2, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ബാർ. എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഡിഫൈൻ RMS വാല്യൂ ഓഫ് AC. അപ്പോൾ ഡിഫൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേഷൻ കൂടി 2 മാർക്കാണെങ്കിൽ ആ ഡെറിവേഷൻ കൂടി കാണിച്ചോളാം. പിന്നെ പാർട്ട് എയിലാണെങ്കിൽ ഡെഫിനിഷൻ മാത്രം മതിയാകും, ഇക്വേഷൻ മതിയാകും. 2 മാർക്കാകുമ്പോൾ ഡെറിവേഷൻ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഷോ ദാറ്റ് W is equal to half LI square. വർക്ക് ഡൺ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇൻഡക്റ്റൻസ്. നമ്പർ 4, ഷോ ദാറ്റ് ഡെൽ സ്ക്വയർ. ഇപ്പോൾ ഡെൽ സൈന് പോയാലും ഞാൻ ഡെലിന് എഴുതിക്കുകയാണ്. ഡെൽ ഡെൽറ്റ ഇൻവേർട്ടഡ് കേട്ടോ. ഡെൽ സ്ക്വയർ ഈസ് മൈനസ് മ്യൂ0. മ്യൂ0 അല്ല മ്യൂ0, മ്യൂ ആകണേ. മ്യൂ0 J, അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മ്യൂ0 J. ഓർ ഷോ ദാറ്റ് പവർ ഫാക്ടർ ഇസ് യൂണിറ്റി അറ്റ് റെസൊണൻസ്. നമ്മുടെ നോട്ടിനകത്തൊക്കെ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കൂളംസ് തിയറം. വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്.
explain deceptive parallel in electrostatics. Give the differential form of Ampere's circuit law. Question number 17. Explain Maxwell's second field equation. ഇപ്പോൾ സെക്കൻഡ് ഫീൽഡ് ഇക്വേഷൻ പ്രത്യേകത ഡെൽ ഡോട്ട് ബി ഈസ് സീറോ എന്നുള്ളതാണ് ഇക്വേഷൻ. അത് പറയുമ്പോൾ നമ്മൾ ഈ നോ മോണോപോൾ വിൽ നോട്ട് എക്സിസ്റ്റ് എന്നുള്ള കാര്യം പറഞ്ഞുകൊള്ളണം. മോണോപോൾ വിൽ നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം. അതാണ് ഈ ഡെൽ ഡോട്ട് ബി സീറോ എന്നുള്ള ഈ മാക്സ്വെൽ സെക്കൻഡ് ഫീൽഡ് ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ദ സിമിട്രി ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽ ഇക്വേഷൻ സിമിട്രി ആൻഡ് ബ്യൂട്ടി ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ കേട്ടതാണ്. നമ്പർ 18. എക്സ്പ്ലെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇവാലുവേറ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടേഴ്സ്. ഓൾ ആർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമ്പർ 19. എക്സ്പ്ലെയിൻ എ റിജക്റ്റഡ് സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ഗ്രാഫ് വരച്ചിട്ട് ഫൈൻഡ് ദി ഫീൽഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. ഫൈൻഡ് ദ ഫീൽഡ് due to a straight wire carrying current. Number 20. Define permeability and susceptibility. What is diamagnetic substance? Give examples. Number 21. State equation of continuity. State the differential wave equation in terms of del square E എന്നുള്ള equation. del square E ആ ഒരു equation പഠിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ഡികെ കോൺസ്റ്റന്റ് ഇൻ LR സർക്യൂട്ട്. L/R എന്നോട്ടെ എക്സ്പ്ലെയിൻ ഡികെ ഓഫ് കറണ്ട് ആണ്. ഡികെ ഓഫ് കറണ്ട് ഇൻ LR സർക്യൂട്ട് ഡികെ ഓഫ് കറണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഹെംഹോൾസ് ഇക്വേഷൻ പറയാനായിട്ടാണ്. ഹെംഹോൾസ് ഇക്വേഷൻ പെട്ടെന്ന് ഡെറിവേഷൻ ചെയ്താൽ മതി. ഗീവ് എക്സ്പ്രഷൻസ് ഫോർ എനർജി ആർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അത് നോക്കുക. 18 to 16 മാർക്സ്. ഇനി അടുത്തത് പ്രോബ്ലം പാർട്ടാണ്. ഇതിനകത്ത് ഞാൻ ഡബിൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ബെസ്റ്റ് പ്രോബ്ലം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ബെസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് പ്രോബ്ലം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആ ഇൻഫിനിറ്റ് പ്ലെയിൻ സ്റ്റോപ്പ് ചാർജ്. അതൊരു തിയറി പാർട്ടാണ് പ്രോബ്ലമായിട്ട് ഇട്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഒരു ഷീറ്റിനകത്ത് ഒരു പിൽ ബോക്സ് തുളച്ച് ഫീൽഡ് കാണുന്ന ഇക്വേഷൻ ഈസ് 1/2 എപ്സിലോൺ 0 സിഗ്മ എന്നുള്ള ഡെറിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2 drops of water each carrying a charge of 3 × 10⁻⁻10 coulomb and having a surface potential of 45 volt from a single drop. Calculate the surface potential of new drop. ക്ലാസ് ചെയ്തതാണ്, നോട്ട് നോക്കിയാൽ മതി. അടുത്തത്. എ 30 volt 10 watt lamp is used in an AC main of 110 volt 50 hertz. Calculate the capacity to be put in series to run the lamp. നമ്മൾ കഴിഞ്ഞ ലെക്ചറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. AC problem. Question number 26. A tuning circuit of radio receiver has an inductance of 0.2 mH. Find the range of capacitance of the variable capacitor to get all the stations having frequencies in the range 800 kHz to 1200 kHz. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് ഫ്രീക്വൻസി. അതിന് F = 1/2π√LC എന്നുള്ള ഇക്വേഷനാണ്. ആദ്യ ഫ്രീക്വൻസി കൊടുക്കണം, L ഉണ്ട്, കറസ്പോണ്ടിങ് C കാരണം. പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ ഫ്രീക്വൻസി കൊടുക്കണം, L ഉണ്ട്, C കണ്ടുപിടിക്കണം. രണ്ട് കേസിലും പിന്നെ ഇക്വേഷൻ F = 1/2π√LC അത് വെച്ചാണ് ചെയ്യേണ്ടത്. F = 1/2π√LC. 800 kHz ഹെഡ്സ് ആക്കണം കേട്ടോ. 800 kHz ഒരു ഉത്തരം കിട്ടും സിക്ക്. അതുപോലെ 12,000 K അത് × 10⁻³ ഇടണം. അത് നമ്മൾ മറ്റൊരു കപ്പാസിറ്റി കിട്ടും. അത് രണ്ടുമാണ് റേഞ്ച്. ദ റേഞ്ച് ഈസ് one value to another value. അടുത്ത പ്രോബ്ലം. ഇത് പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്. A particle of charge 10⁻20 coulomb is moving with a velocity of 8 × 10⁻6. 10⁻6 10⁻6
10⁻⁶ I എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ് ഇൻ എക്സ് ഡയറക്ഷൻ I meter per second. It enters a region of electric field 10⁻⁶ J volt per meter and a magnetic field of 2K. K means unit vector. 2K Tesla. Calculate force on it. അപ്പോൾ ഇത് ലോറൻസ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. F is equal to Q into E plus V cross B എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾ നമ്മുടെ ലെക്ചർ നോട്ട് റെഫർ ചെയ്താൽ മതി. അതിനകത്തുണ്ട് ലോറൻസ് ഇക്വേഷൻ പ്രോബ്ലമാണത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. 3 charges each equal to 1 microcoulomb are arranged at the corners of an equilateral triangle of side 10 cm. Calculate the potential energy of the system. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഇത് എനർജി പ്രോബ്ലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. Check whether the electric field given by E is equal to xyi plus 2yzj plus 3xzk is conservative or not. ഈ കാണുന്നത് കൺസർവേറ്റീവ് ആണോ അല്ലെങ്കിൽ ഒന്ന് ചെയ്യുക, കണ്ടുപിടിക്കുക. അത് നമ്മൾ ക്ലാസ് ചെയ്തതാണ്. Question number 30. Calculate the time constant of LR circuit if the current in the circuit rises to 63.2% of its steady value in 1 second. 1 സെക്കൻഡ് കൊണ്ട് പിന്നെ കറണ്ട് സ്റ്റഡി വാല്യൂവിൻ്റെ 63.2% ആയാൽ എന്താ ടൈം കോൺസ്റ്റൻറ്റ്? ഇതിന് ഉത്തരം കിട്ടുന്നത് 1 സെക്കൻഡ് തന്നെയാണ്. ഉത്തരം 1 സെക്കൻഡാണ്. അല്ലെങ്കിൽ ഈ ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷനാണ് ഈ പ്രോബ്ലത്തിലെ സെൻറ്റൻസ്. ഉത്തരം 1 സെക്കൻഡ് ആയിട്ടോ ഇതിൻ്റെ 30ാമത്തേത്. ചെയ്ത് നോക്കണേ. 1 more problem. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 1 more problem. You look here. Find whether the discharge of a capacitor through a circuit containing L is equal to 10 mH, C is equal to 0.1 μF and R is equal to 200 ohm is oscillatory or not. If the circuit is oscillatory, find the frequency. അപ്പോൾ മിക്കവാറും ഓസിലേറ്ററി ആണെന്ന് പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കണേ. അതായത് R²/4L² കാരണം 1/LC കാരണം കമ്പയർ ചെയ്യണം. എന്നിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണം. സിമിലർ പ്രോബ്ലം വി ഹാവ് ഡൺ ഓർ സെയിം പ്രോബ്ലം. പിന്നെ അടുത്തത്, അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമ്മൾ ചോയ്സ് കേട്ടിട്ടില്ല. ഓരോ പ്രോബ്ലം ഇട്ടിരിക്കുന്നത് എല്ലാ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്. എത്ര പ്രോബ്ലം വേണമെങ്കിലും ഇടാവുന്നതാണ്. ഇതുപോലെ ഇത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 essay ആണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. 4 ചോദിക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിന് 8 ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര essay വേണമെങ്കിലും ഇടാവുന്നതാണ്. അപ്പോൾ 8 പ്രധാനപ്പെട്ട essay ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 8 പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 കിട്ടും. അടുത്ത അപ്പോൾ essay ഞാൻ വായിക്കുകയാണ്. ഡബിൾ ക്വസ്റ്റ്യൻ വെച്ചായിട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. Find the potential inside and outside a uniformly charged salt sphere. Sketch the variations of ER and VR. അപ്പോൾ അത് നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ട്. ERൻ്റെ VRൻ്റെ ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. യൂണിഫോംലി ചാർജ്ഡ് സ്പിയറിൻ്റെ ഫീൽഡ് പൊട്ടൻഷ്യലുമാണ്. അടുത്ത ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ ഓഫ് എ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് ആൻഡ് ഷോ ഇറ്റ് ഈസ് സം ഓഫ് ദി എഫക്റ്റ് ഓഫ് ബൗണ്ട് ചാർജസ് ആൻഡ് സർഫസ് ചാർജ്. ബൗണ്ട് ചാർജും സർഫസ് ചാർജുമാണ് ഈ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക്കിൻ്റെ ഫീൽഡ് നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം പഠിച്ചതാണ്. അത് വായിച്ച് ശരിക്കും പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ വെക്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ കറന്റ് ലൂപ്പ്. യൂസ് ചെയ്ത് എസ്സേ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിറൈവ് ദി മാക്സ്വെൽസ് ഫീൽഡ് ഇക്വേഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ മാക്സ്വെൽ ഇക്വേഷനൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഡെറിവേഷനാണ്. അപ്പോൾ ഇത് 4ൻ്റെയും ഡെറിവേഷൻ പഠിക്കണം നന്നായിട്ട്. ഷുവർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. Discuss series LCR circuit using J operator and obtain expression for impedance, current amplitude and resonant frequency. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്കസ് പാരലൽ LCR സർക്യൂട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സർക്യൂട്ട് ആൻഡ് ഒബ്റ്റെയിൻ എക്സ്പ്രഷൻസ് ഫോർ resonant frequency. വാട്ട് ഈസ് ഡൈനാമിക് റെസിസ്റ്റൻസ്? Z0 എന്ന് പറയുന്ന ടേം. 1 more essay.
Maybe 2 essays. Ask question number 35. Discuss the growth and decay of charge in a CR circuit and explain time constant. Or discuss decay of charge in RLC circuit. The meaning is LCR circuit. And explain 3 types of charging. അപ്പോൾ ട്രാൻസിയൻറ്റിൽ LCR ചാർജിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ് 2 into 15, 30 marks. So these are the important questions, and if you study all these questions, you can very well answer the examination. That is all. Thank you very much.